പൊതുവിപണിയിൽ നിന്ന് 3000 കോടി വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ കടപ്പത്രം വഴിയാണ് 3000 കോടി സമാഹരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ ദൈനംദിന ചെലവുകൾക്ക് പണം തികയാത്ത സാഹചര്യമാണോ ഇപ്പോഴുമുള്ളത്? അത് പരിഹരിക്കുന്നതിനാണോ ഇപ്പോൾ 3000 കോടി വിപണിയിൽ നിന്ന് കടമെടുക്കാൻ, വായ്പ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്? വിജയകുമാർ, സാമ്പത്തിക വർഷം അതിന്റെ അവസാന പാദത്തിലേക്ക്, അതിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുകയാണ്. സർക്കാരിന്റെ ചെലവുകൾ വർദ്ധിക്കുന്ന മാസമാണ് ഈ ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. ഈ മാസത്തിലെ ചെലവുകൾക്കുള്ള പണം കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പൊതുവിപണിയിൽ നിന്ന് ഇപ്പോൾ 3000 കോടി രൂപ കടമെടുക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മൂലം മറ്റും വലിയ തോതിൽ വരുമാന വിടവുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൊതുവിപണിയിലുള്ള കടമെടുപ്പ്. ഇപ്പോൾ മാസാന്ത്യത്തിലെ ശമ്പളം, പെൻഷൻ അടക്കമുള്ള, അത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്ക് വേണ്ടിയാണ് 3000 കോടി കടമെടുക്കുന്നത്. മറ്റ് സർക്കാർ തനത് വരുമാനത്തിൽ നിന്നാണ് മറ്റ് ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നത്. എന്തായാലും സാമ്പത്തിക വർഷ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പണം സർക്കാരിന് ആവശ്യമായി വരും. കാരണം പദ്ധതികൾ പൂർത്തീകരിക്കുന്ന ഘട്ടമാണിത്. അതുകൊണ്ടാണ് പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുക്കുന്നത്. കഴിഞ്ഞ ഈ ജനുവരി മാസവും സർക്കാർ 2500 കോടിയോളം രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 3000 കോടി രൂപ ഒറ്റയ്ക്ക് കടമെടുക്കുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന വാദം കടമെടുക്കാൻ നേരത്തെ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഇതിൽ നിന്ന് അനുകൂല മറുപടി ഉണ്ടായത് കടമെടുക്കുന്നത് എന്നാണ്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങൾ വലിയ ചെലവ് സർക്കാരിനുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് കടപ്പത്രം വഴി 3000 കോടി സമാഹരിക്കുന്നത്.